ഹായ് ഹലോ. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു പ്ലാനിങ് ഒന്നുമില്ലാത്തൊരു യാത്രയാണ് കേട്ടോ. ഒരു അന്തം കൊണ്ടില്ലാത്ത യാത്ര. അങ്ങോട്ടെങ്കിലൊക്കെ പോകാം, സൺഡേ ആയതുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്തിറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ കർണാടകയാണല്ലോ അടുത്ത് സംസ്ഥാനം, പിന്നെ കർണാടക പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കർണാടകയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. വഴിയരികിലെ വാനര സംഘമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു ചൊറിഞ്ഞിമാന്തിയൊക്കെ ഇരിക്കുകയാണ് ഗൈസ്. അവർ ഒരാളെന്നെ കണ്ടപ്പോഴേക്കും എഴുന്നേറ്റൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബഹുമാനം. വേറൊരുത്തിന് എന്തോ ഒരു അത്ര ഒരു ഈച്ചില്ലാത്ത രീതിയിൽ ഇരിപ്പുണ്ട്, എന്തോ ഒരു സാഡായിട്ടൊക്കെ തോന്നുന്നുണ്ട് അവിടെ കണ്ടിട്ട്. അപ്പം അങ്ങനെ പോരുകയാണ് കേട്ടോ നമ്മൾ. വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ഞാവൽപ്പഴം മേടിച്ചു കേട്ടോ. കാട്ടിൽ നിന്ന് ഡയറക്റ്റ് അവർ കൊണ്ടുപോയി വിൽക്കുന്നതാണ്. അങ്ങനെ കുറച്ച് ഞാവൽപ്പഴമൊക്കെ ഇങ്ങനെ ഗ്ലാജി ഗ്ലാസ് എന്ന് പറഞ്ഞ് തിന്ന് കഴിഞ്ഞപ്പോൾ നാക്കി മുഴുവൻ കാറ. എൻ്റെ ഡ്രസ്സിൻ്റെ സെയിം കളറ്, എനിക്കിഷ്ടപ്പെട്ടൊരു കളർ കൂടിയാണ് കേട്ടോ ഇത്. ഈ പോകുന്നതിൻ്റെ പ്ലാനിങ് തന്നെ എന്തെങ്കിലുമൊക്കെ തിന്നാന്നുള്ള കാര്യം കേട്ടോ. അപ്പം അടുത്ത സദ്യവും നല്ല മാങ്ങാപ്പഴം കണ്ടു. അത് നല്ല നല്ല സൈറ്റിലായിരുന്നു നിർത്തിയത്, നല്ല സൂര്യകാന്തിയൊക്കെ ഉള്ളത്. ഇതെല്ലാ പ്രാവശ്യം കണ്ട് ഇപ്പം അടുത്തെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫോട്ടോ ഒന്നും എടുക്കാനുള്ളൊരു മൂഡൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് മാങ്ങയൊക്കെ വാങ്ങി അതൊക്കെ തിന്നു. അങ്ങനെ പോകുമ്പോഴാണ് അടിപൊളി ഒരു ആമ്പലക്കുളം കാണുന്നത് കേട്ടോ. താമര ആമ്പലം എന്തോ സാധനം. അങ്ങനെ ഞങ്ങളവിടെ കയറി ഇറങ്ങിയൊക്കെ പറിച്ച്. താമരയാണ് ഗൈസ്, താമരക്കുളം. വീഡിയോ എടുക്കുന്നതിനാണ് പിന്നെയും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പറിച്ചില്ലെങ്കിലും ആമ്പലിൻ്റെ മൊട്ട് പിന്നെയും കുളത്തിലിട്ട് പിന്നെയും പറിക്കുന്ന പോലെയൊക്കെ കാണിക്കുകയാണ്. സത്യമായ കാര്യം സത്യമായി പറയണമല്ലോ. പൂ പറിക്കാൻ വേണ്ടിയിട്ട് എന്നാലാവുന്ന ശ്രമങ്ങളൊക്കെ ഞാൻ നടത്തിയെങ്കിലും അവയെല്ലാം പരാജയപ്പെട്ടു. പിന്നെ വെള്ളത്തിൽ വീഴണ്ടെന്ന് ഓർത്തിട്ട് ശ്രമങ്ങളെല്ലാം ഒഴിവാക്കി. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല റോഡ് സൈഡ് തന്നെ അടിപൊളി സ്ഥലം. അപ്പോൾ അങ്ങനെ പോയപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് പ്രത്യേകിച്ചൊരു പ്ലാനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും ലക്ഷ്യമൊന്നും ഇല്ലാത്തത് കൊണ്ടും സമയം നമുക്ക് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. എല്ലായിടത്തും കയറി ഇറങ്ങി കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാനുള്ളൊരു സമയം നമുക്കുണ്ടായിരുന്നു. തിരക്കുകളൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ചില സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അവിടെ എത്തണം, നമുക്ക് പോകാം. അങ്ങനെ ഒരു തിരക്കുകൂട്ടുകളൊന്നും ഇല്ലാതെയായിരുന്നു നമ്മുടെ യാത്ര. ലക്ഷ്യമില്ലാത്ത യാത്രകളും ഇടയ്ക്കൊക്കെ നല്ലതാണ്. പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്ക് നല്ല രസകരമായ കുറേ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. കുറേ ആട്ടിൻകുട്ടൻസൊക്കെ പോകുന്നുണ്ട്. നല്ല സുന്ദരി പശുക്കൾ. അടിപൊളി സ്ഥലങ്ങളാണ്. നമ്മൾ കുറേ ഹള്ളിയിൽ കൂടെയൊക്കെയാണ് പോയത് കേട്ടോ. നോർമൽ സ്ഥലത്തേക്ക് പോകുന്നേക്കാളും വൈബാണല്ലോ നമ്മൾ ഹള്ളിയിൽ കൂടെയൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരു ഫാമുണ്ട്, നമ്മുടെ ചേട്ടൻപുള്ളിൻ്റെ ഒരു ഫാമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പെട്ടെന്ന് പ്ലാൻ മാറ്റി. അങ്ങനെ ഹള്ളികളെല്ലാം കയറി ഇറങ്ങി നമ്മളിങ്ങനെ പോവാണ്. അപ്പാപ്പന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പാട്ടിയും അപ്പാപ്പന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത വീടുകളൊക്കെ കുഞ്ഞൻ വീടുകളാണ്. പക്ഷേ എന്തോ നല്ലൊരു ഭംഗി, കളർഫുള്ളായിട്ടുള്ള കുറേ വീടുകൾ. പിന്നെ നല്ലൊരു അമ്പലമൊക്കെ കണ്ടു. അമ്പലം ഈ വീടുകളൊക്കെ നോക്കി എന്നാ രസമല്ലേ. അതുപോലെ അവിടുത്തെ മേഘങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ നിരപ്പായി കിടക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ നല്ല വ്യൂ കിട്ടുന്നത് കൊണ്ടാണോ അറിയില്ല. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല മരങ്ങളും കുഞ്ഞു മരങ്ങൾ, പക്ഷെ ഒരുപാട് കായകളുണ്ടാവും. അങ്ങനെ പോയപ്പോഴാണ് പാനിപ്പൂരി തന്നെ എൻ്റെ കൊതി. അങ്ങനെ പാനിപ്പൂരിയൊക്കെ സാപ്പിട്ടു. പക്ഷെ നമ്മളെപ്പോലെ മസാല ഒന്നും ഇല്ലായിരുന്നു, അത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റുന്ന വേറിട്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. കാളവണ്ടി. ഇത് കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ കുറച്ച് സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത്രയും ഭാരം വഹിച്ചതിനുള്ള യാത്രയും ഇടയ്ക്കിടയ്ക്കുള്ള അടിയും ഒരു ഇരട്ടപ്പെട്ടതാണോ എന്നൊരു സംശയമുണ്ട്. ഒരേപോലത്തെ കളറും ഷേപ്പും കൊമ്പും, എവിടെയോ എന്തോ ഒരു സാമ്യത. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ചേട്ടൻ്റെ ഫാം.
ആരെവിടെ വന്ന് ഗേറ്റ് തുറക്കൂ എന്നൊന്നും പറഞ്ഞാൽ ആരും തുറക്കാനൊന്നുമില്ല, നമ്മൾ തന്നെ ഇറങ്ങിയിട്ട് തുറക്കാം. ഇവിടെ കോഴി ഫാം ആണ് കേട്ടോ ഉള്ളത്. നല്ല കുഞ്ഞു കുഞ്ഞു തക്കടുമുണ്ടും കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അവർക്കുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ വന്നാൽ പിന്നെ പേരയ്ക്കയും സീതാപ്പഴവും മാങ്ങയും ഇതൊക്കെ പറിക്കുക എന്നുള്ളതാട്ടോ എൻ്റെ കെട്ടിയവൻ്റെ മെയിൻ പരിപാടി. ഒരു ബ്യൂട്ടീഷ്യൻ എന്ന നിലയിൽ ഈ പശുവിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയുമോ, വെളുക്കാനുള്ള ഏതോ ക്രീം ഫേസിൽ മാത്രം അപ്ലൈ ചെയ്തൊരു പശുക്കുട്ടീനെ പോലെ. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ബ്യൂട്ടിയായിട്ട് റിലേറ്റഡ് ആക്കാറുണ്ട്, അതുകൊണ്ട് തോന്നിയതാണ് കേട്ടോ. ഒന്നും എടുക്കണ്ട, ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണെന്നാണ് കേട്ടോ അവൻ ഈ പറയുന്നത്. അങ്ങനെ യാത്രകളൊക്കെ അവസാനിപ്പിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ യാത്ര തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായ കുടിച്ചു തുടങ്ങിയ യാത്ര ചായ കുടിച്ച് തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.